ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്വേതാസ് ഡയറീസ്. സൗത്ത് ആഫ്രിക്കയിലെ ലോങ് വീക്കെൻഡ്സും ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സെറ്റിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇടാൻ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും എല്ലാവരും ക്ഷമിക്കുക. ബട്ട് എൻജോയ് ദ വീഡിയോ. പാർട്ട് 2 ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വെച്ചാൽ പാരഡൈസ് വാലിയാണ്. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് സ്ഥലമുണ്ട്, നമുക്ക് ഹൈക്കിങ് ചെയ്യാൻ, കുറച്ച് വാട്ടർഫോളും വാട്ടറൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു റീലൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഏരിയയിലാണ് ഞങ്ങൾ ചെയ്തത്. കുറച്ച് റിസർച്ച് നടത്തിയതിൽ പിഴവ് വന്നെന്ന് തോന്നുന്നു. പാരഡൈസ് വാലി എന്നൊക്കെ ഞാൻ കേട്ടപ്പോൾ അധികം നടക്കാനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ഹൈക്കിങ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇട്ട ഡ്രസ്സ് അങ്ങോട്ട് ശരിയായില്ലായിരുന്നു. ഹൈക്കിങ്ങിന് പറ്റിയതല്ലായിരുന്നു ആക്ച്വലി. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഫ്രീക്കന്മാരും ഫ്രീക്കത്തികളുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാനുള്ളൊരു ഏരിയയാണിത്. നടന്നാണെങ്കിൽ ഞങ്ങളുടെ ഒരു വഴിയായി. ഇച്ചിരി വെള്ളം പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. എങ്ങനെയും തിരിച്ച് വണ്ടിയെ കയറി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ വരെ ഞങ്ങൾ എത്തി ഇവിടെ നടന്നിട്ട്. പിന്നെ ഓരോ ഏരിയയിലും ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സൈറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. പാരഡൈസ് വാലിയിലെ നടപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഡർബൻ ആർട്ട് ഗാലറിയിലാണ്. അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ പെതുക്കെ അകത്തോട്ട് കയറിയത്. ആർട്ട് ഫീൽഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നൊരു ഗാലറിയാണിത്. ഞാൻ ഇതിനകത്ത് കയറിയപ്പോൾ വിചാരിച്ചില്ല എനിക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പൊതുവേ ഈ ഗാലറി മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ബോറടിക്കുന്ന പരിപാടിയാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഡർബൻ്റെ ഇത് വന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ 2 പിള്ളേരെ കാണും, അലക്സും അന്നയും. അന്ന നൈസായിട്ട് സ്കൂട്ടായിട്ടുണ്ട് ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നതിൽ നിന്ന്. പിന്നെ അലക്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ്റെ എക്സ്പീരിയൻസും ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കേൾക്കാവുന്നതായിരിക്കും. എന്നെക്കാളും നല്ലതായിട്ട് പ്രസൻറ്റേഷൻ സ്കിൽസ് ഉള്ളൊരു കുട്ടിയാണ് അലക്സ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അവൻ്റെ സൗണ്ടും അവൻ്റെ വേ ഓഫ് ടോക്കിങ്ങും എല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എൻ്റെയും അലക്സിൻ്റെയും സൗണ്ടായിരിക്കും നിങ്ങൾ മാറി മാറി ഈ വീഡിയോയിലെല്ലാം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് ഡർബൻ നാച്ചുറൽ സയൻസ് മ്യൂസിയം കാണാം. Hello, my name is Alex Manoj and I'll be taking the video from here. Now, the vibrant heart of Durban, where modern city meets the deep past of planet Earth. Nestled within the iconic Durban City Hall, the Durban Natural Science Museum. As you step into these doors, you're stepping into a century of scientific heritage. This museum holds a vast collection of more than 500,000 specimens, each one a piece of the puzzle that makes up Earth's incredible story. From the tiniest of insects to the mightiest of mammals, the displays here are not only educational, they're captivating. You'll find fossils dating back millions of years, preserved specimens of local wildlife, rare minerals, and even long extinct creatures whose bones whisper secrets from ancient times. The museum is also home to remarkably lifelike dioramas, carefully constructed scenes that replicate environment with astonishing detail. Walk past the open plains of Africa and observe a lion pride resting in golden grass. Peer into a forest canopy where birds of paradise perch in the treetops. See marine life displayed as if frozen mid-motion in crystal blue water. These immersive settings are more than artistic. They help us visualize, respect, and better understand that the natural surroundings that surround us, both near and far. While the exhibits inspire awe, much of the museum's magic happens behind the scenes. Here, teams of scientists and curators are constantly working, researching, and documenting. Their mission? To better understand the planet's biodiversity and ensure that the knowledge is passed on to future generations, from fieldwork in remote areas to analyzing under a microscope. The museum is also a center for cutting edge research that supports conservation efforts both locally and globally. The museum isn't about just looking things, it's about learning through the experience. Educational programs, interactive exhibits, and guided tours
help visitors of all ages engage with science in a hands on way. Whether you're a student exploring geology for the first time or a lifelong learner fascinated by the history of life on Earth, there's always something new to uncover. The museum frequently hosts school groups, families, researchers, and tourists, offering something different to everyone who walks through its doors. And then there's the T Rex, one of the museum's most famous and awe inspiring features. This life sized replica of the prehistoric predator towers above visitors in a jaw dropping scale. Kids are speechless, adults are fascinated. It's not just a display, it's a moment. Standing beneath it, you can almost hear the thunder of the footsteps through time. അങ്ങനെ ആർട്ട് ഗാലറിയും മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഒരു ബോട്ട് ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രൂസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ഷിപ്പ് അങ്ങനത്തെ ടൈപ്പാണ്. ഇതൊരു ചെറുകിട ബോട്ടിലെ ഒരു ക്രൂസാണ്. അപ്പോൾ വിൽസൺ വോഫ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ പോയത്. നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെ ബുക്കിംഗ് കിട്ടാൻ നല്ല പാടുള്ളൊരു ടൈമായിരുന്നു, ക്രിസ്മസ് ആ ഒരു ടൈമൊക്കെ. വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്നവർ എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ് ബോട്ട് ക്രൂസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങൾ പോയ ആ ബോട്ട് ക്രൂസ് ഏരിയയിൽ തന്നെ നിയർ ബൈ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്, പോർട്ട് നറ്റാൽ മാരിടൈം മ്യൂസിയം. ഇഷ്ടംപോലെ മ്യൂസിയങ്ങളുള്ളൊരു സ്ഥലമാണ് ഡർബൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഷിപ്പ്, പിന്നെ ഒരു പഴയൊരു ഹെലികോപ്റ്റർ, പിന്നെ അതിനകത്ത് തന്നെ വേറൊരു കുറേ ഷിപ്പിൻ്റെ മോഡൽസൊക്കെ ഉള്ളൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി കണ്ടു. ആ ചെറിയ അത്രയും സ്ഥലത്തിലും ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് ആ ഷിപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസ്, കിച്ചണുണ്ട്, ബാത്റൂമുണ്ട്, ഈവൻ സ്പാ പാർലർ വരെയുള്ള ഒരു ഷിപ്പാണിത്. വേറൊരു മ്യൂസിയം ഉണ്ട്. അവിടെ ഇങ്ങനെ എല്ലാ ഷിപ്പിൻ്റെയും ഒരു മിനിയേച്ചർ വേർഷൻ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് അവരത് അവിടെ വെച്ചിരിക്കുന്നത് സൂക്ഷിച്ച്. മ്യൂസിയം കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് സൺ കോസ്റ്റ് കസിനോയിലാണ്. അപ്പോൾ ഓൾറെഡി വൈകിട്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോയി അതോടെ കണ്ടിട്ട് അങ്ങ് തിരിച്ച് സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ കയറി. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് കൊണ്ട് ഫുള്ളി ഡെക്കറേറ്റഡ് ആണ്. നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആണ് ഇവിടെ. ഈ കസിനോയുടെ അടുത്ത് തന്നെ സൺ കോസ്റ്റ് ബീച്ചും ഉണ്ട്. ഞങ്ങൾ അവിടെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഉഷാഗ മെറൈൻ വേൾഡ് ആണ്. ഇതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് അലക്സ് നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. Ushaka Marine World was one of my favorite interactions that we visited in Durban. It is a marine theme park located on the Golden Mile of South Africa. Opened in 2004, it is the home to one of the largest aquariums in the southern hemisphere. It showcases a stunning variety of marine life, including sharks, dolphins, rays, and exotic fish. The park is divided into different sections, including SeaWorld, Wet n Wild, Ushaka Kids World, and the lively Village Walk, which features shops and restaurants and cultural performances, which you can see here. Visitors can enjoy thrilling rides, animal encounters, and educational exhibits that promote marine conservation. Ushaka Marine World offers the perfect mix of adventure, relaxation, and family-friendly fun. The seal performance at Ushaka Marine World is a crowd favorite, offering a perfect mix of fun, education, and heartwarming interactions with these intelligent marine animals. Held at the Seal Stadium, this lively show features skilled Cape Fur seals performing an array of impressive tricks, from balancing balls and jumping through hoops to playful dancing and even blowing kisses to the audience. The seals' playful antics, combined with their trainers' engaging storytelling, makes for an unforgettable experience. It's more than just entertainment. The show also carries an important conservation message, educating visitors about the challenges marine animals face in the wild. The trainers highlight issues such as pollution, plastic waste,
overfishing, and climate change, showing how these factors impact seals and other marine life. Guests learn practical ways to help protect the ocean, like reducing plastic use and supporting conservation efforts. അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ അക്വേറിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. ഇതൊരു ഷിപ്പിനകത്ത് അക്വേറിയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് സാധനങ്ങളൊക്കെ പലയിടത്തു നിന്നും അവർ കളക്ട് ചെയ്തിട്ട് കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഇവൻ്റെ ഫിഷസും എല്ലാം ഒരു ഓഷ്യൻ്റെ ആ ഒരു ഫീല് തരാൻ വേണ്ടി അവർ അത്യാവശ്യം ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. So now, why are they called stingrays? Do we know? Why do we call them stingrays? Because they sting, right? What do they use for stinging? Their tail. They actually have a small spine on top of their tail, which is what they use for defense. It is called a stinger or a spine. Every animal has their own defense mechanism, which is for the stingrays, they have that small spine on top of their tail, and that is what they use for defense. Only if they feel threatened, they will actually use that. But otherwise, they will actually not sting the divers as they feed them, because they're only just there to give them food. Otherwise, in the wild sometimes, because they actually like to hide themselves under the sand. So you might actually step on it without realizing that you are stepping on a stingray, and they will definitely defend themselves by using that spine on top of their tail. ഈ ഡിസ്ക്രിപ്ഷൻ എല്ലാം കേട്ടിട്ട് ഞങ്ങൾ അടുത്തത് പോയത് ഡോൾഫിൻ സ്റ്റേഡിയത്തിലാണ്. നമുക്കത് എൻജോയ് ചെയ്യാം. Morning Star and his old Prince Charming. Say hello to Quizzy, everyone! Well, Quizzy's our chat today to help us all learn more about dolphins and learn more about how they are adapted to live in our oceans. Now, Quizzy, of course, is beautifully designed to help catch us fish. The first thing we're going to show you is what we call a breach. This is where a dolphin leaps high above the water, lands down on its side to help herd fish into smaller groups to make them easier to catch. Quizzy, let's show them your breach. Well done, Quizzy. Now that breach is also used to scratch their bodies because they do get itchy. Now Quizzy's tail is not only his engine, it is also his weapon. He uses his tail to stun fish, to ward off any predators lurking around, as well as to communicate with one. കുറച്ച് നാൾ മുമ്പ് ഷാർക്ക് എൻകൗണ്ടറിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി കാണാവുന്നതാണ്. മെറൈൻ വേൾഡിലെ കളികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉഷാഗ മെറൈൻ ബീച്ചിലേക്ക് പോയി. അവിടുത്തെ വെള്ളത്തിലും കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ നേരം ഇവിടെ 2 ഷിപ്പ് കണ്ടു. ഞങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു, എപ്പോഴേലും ഒന്ന് ക്രൂസിൽ പോകണം എന്നൊക്കെ. അങ്ങനെ രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഹിസ്റ്ററിയിലേക്ക് നമുക്ക് കടക്കാം.
അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മഹാത്മാഗാന്ധി താമസിച്ച സ്ഥലത്തേക്കാണ്. ഈ മഹാത്മാഗാന്ധി ഹൗസിന് സർവോദയ എന്നും വേറൊരു പേരുണ്ട്. ഡർബനിലുള്ള ഒരു ഹിസ്റ്റോറിക് ഫീനിക്സ് സെറ്റിൽമെൻറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. You heard about Manila? Manila. The second son. Two sons were born in India. The other two sons were born here in South Africa. The granddaughter is the daughter of Manila. Manila, the second son. He had four sons. Yes. Manila. The eldest son, Hardas. Let us have a look. ഇവിടെ തന്നെയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഗാന്ധിയുടെ ന്യൂസ് പേപ്പറും ഫസ്റ്റ് പ്രിൻ്റ് ചെയ്തത്. ഈ ഒരു ഫുൾ പ്രമിസസിൽ സർവോദയ ഹൗസ് ഉണ്ട്, ഇൻ്റർനാഷണൽ പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട്, ഫീനിക്സ് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ഉണ്ട്, മണിലാൽസ് ഗാന്ധീസ് ഹൗസ് ഉണ്ട്. ഈ ഗാന്ധീസ് ഹൗസ്, അതായത് സർവോദയ ഹൗസ് തീ കത്തിപ്പോയതായിട്ടാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് അവർ ആ ഒരു റെസിഡൻസ് റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് മ്യൂസിയം പോലൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന മാംഗോ ട്രീ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്ലാന്റ് ചെയ്തതാണ് 2016 ഡർബൻ വിസിറ്റിൽ. അപ്പോൾ ഈ കാണുന്ന സെൻറ്റർ ഓഫ് ലേണിംഗ് ഈ ഒരു സ്ഥലത്താണ്, ചെറിയൊരു ഓഡിറ്റോറിയം പോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടാണ് ഇവർ മീറ്റിങ്സും കൺവെൻഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഫുൾ അവർ AC ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പിലാണ് അവരത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ വാൾസ് ഫുള്ള് ഓരോ പിക്ചേഴ്സും ഓരോ ഡീറ്റെയിൽസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു ചെറിയ സ്റ്റാച്ചുവും അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഹിസ്റ്ററി പഠിച്ചതുപോലൊന്നുമല്ല, അതിനേക്കാളും കൂടുതൽ ഡീറ്റെയിലായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാത്തതായിട്ടും ഒക്കെ ഉള്ളത് ഇവിടെ നമുക്ക് വന്ന സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കാനുള്ള അത്രയും ഇവിടെ ഉണ്ട് ഡീറ്റെയിൽസ്. ഗാന്ധിജി യൂസ് ചെയ്ത ടൈപ്പ് റൈറ്ററാണിത്. അതുപോലെ തന്നെ ഗാന്ധിജി യൂസ് ചെയ്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഗാന്ധിയുടെ ചർക്ക, ചെയർ, ഡ്രസ്സ് എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് പീറ്റർ മാരിസ്ബർഗിലാണ്. അത് റെയിൽവേ സ്റ്റേഷനാണ് ഗാന്ധിജി വന്ന് ഇറങ്ങിയ സ്ഥലം. ഇവിടെ ആളും തിരക്കും ഒന്നും ഇല്ലായിരുന്നു, ആകപ്പാടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെന്ന സമയത്ത്. എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ വേറെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് തോന്നിയത്. ലേറ്റസ്റ്റായിട്ട് എല്ലാം അവിടെ ആരോ ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെയൊക്കെ സ്റ്റാച്യു അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, നല്ല ക്ലീനായിട്ടും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇപ്പോൾ അവിടെ ഗുഡ്സിൻ്റെ ട്രെയിൻ മാത്രമേ അതിലേ പോകുന്നുള്ളതെന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത് ഫുൾ എംപ്റ്റിയാണ്. ഇവിടെ ഒരു മുറിക്കകത്ത് ഒരു TV വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ ഫുൾ ആ ഒരു ഗാന്ധിയുടെ ഫുൾ ജേണി, എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയിൽ വന്നത്, എന്താണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് സംഭവിച്ചതെന്നൊക്കെ ഡീറ്റെയിലായിട്ടൊരു വീഡിയോ പോലെ അവർ വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ തള്ളി ട്രെയിനിൽ നിന്ന് ഇട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലാതെ ഈ ഒരു വീഡിയോയിൽ കൂടെയാണ് നമുക്ക് വിഷ്വലായിട്ടത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗാന്ധീസ് ഹൗസ് പോലെ തന്നെ ഈ ഒരു മുറിയിലും ഒത്തിരി ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയും ഗാന്ധിയെ പറ്റിയൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം വോളയിലുണ്ട്. ഇതും വൺ ഓഫ് ദ ഹിസ്റ്റോറിക് പ്ലേസസ് ആണ്. ഡർബൻ വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെയും ഒന്ന് വന്ന് കണ്ടുപോവുക. അങ്ങനെ ഞങ്ങളുടെ ഡർബൻ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.